ഒരു നീണ്ട ഉദ്ഘാടന പ്രസംഗം ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം 30ഓളം കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. നമുക്കറിയാം ഇവിടുത്തെ 86ാം വാർഷികത്തിൻ്റെ ദിനാഘോഷമായി കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളുമൊക്കെ കാത്തിരിക്കുന്നത് അവരുടെ കുട്ടികളുടെ കലാപരമായ ആ വിരുന്ന് ആസ്വദിക്കുന്നതിനാണ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതാണ്. നമുക്കറിയാം, ഒരു സ്കൂള് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് വിദ്യാർത്ഥികൾ ഒഴുകിയെത്തുന്നത്, അവരെ രക്ഷിതാക്കൾ ഈ സ്കൂളിലേക്ക് വിടുന്നതുമൊക്കെ അതിൻ്റെ അച്ചടക്കവും പ്രവർത്തനവും അതിൻ്റെ മികവ് കൊണ്ടാണ് ഈ സെൻറ്റ് ജമ്മാസിൽ ചേർത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പല സ്കൂളുകളുണ്ടെങ്കിലും ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്നത് സെൻറ്റ് ജമ്മാസ് സ്കൂളിലാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനുശേഷമാണ് അരിമ്പൂരിൻ്റെ അൽപോർട്ട് സമ്പയുടെ പേരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിൻ്റെ തൊട്ട് താഴെ വിദ്യാർത്ഥികളുള്ളത്. പഞ്ചായത്തിൻ്റെ സ്കൂളായ ഗവൺമെൻറ് GUP സ്കൂളിൽ ഇന്നിപ്പോൾ ഏകദേശം 400-ന് താഴെ 400ഓളം കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ സർക്കാരിൻ്റെ നിബന്ധന അനുസരിച്ചിട്ട് പഞ്ചായത്തിന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ അധീനയിലുള്ള ഗവൺമെൻറ് സ്കൂളിന് മാത്രമാണ് പഞ്ചായത്തിന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റ് ഇവിടെ പഞ്ചായത്തിനെ സഹായിക്കാവുന്നത് നമ്മൾ ഈ സ്കൂളിന് വേണ്ടതായിട്ടുള്ള മറ്റ് ചില സൗകര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മുടെ സഹായം എപ്പോഴും ഈ സ്കൂളിനുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. നമുക്കറിയാം, ഞാൻ ഈ സ്കൂളിൽ എനിക്ക് പഠിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. എൻ്റെ വീട് അരിമ്പൂരായതുകൊണ്ട് ഗോപി കമ്പനിയുടെ അവിടെ ആയതുകൊണ്ട് ഞാൻ പഠിച്ചത് GUP സ്കൂളിലാണ്. അന്ന് ആ സ്കൂള് നല്ല നിലയിലായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഗ്രാഫ് കുറേയൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം കോൺവെൻറ്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് നേതൃത്വം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് ഇന്ന് കേരളത്തിലെമ്പാടും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു നിമിത്തം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ഘാടകൻ സ്ഥലം MLA ആയിരുന്നു. അദ്ദേഹം നിയമസഭാ സമ്മേളനവുമായി പോയതുകൊണ്ട് മാത്രമാണ് ഈ ഉദ്ഘാടന കർമ്മത്തിന് എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, എന്നെ ഞാനാക്കിയ നിങ്ങളുടെ മുമ്പിൽ ഒരു അധിക പ്രസംഗം നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കുറേ വർഷങ്ങളായി ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും എന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. വേറെ കൂടുതലൊന്നും ഉദ്ദേശിച്ച് പറയാനായിട്ടില്ല. ഈ കൊച്ചു കുട്ടികളുടെ ഈ കലാവിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും സഹോദരന്മാർക്കും മറ്റ് ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സ് അവർക്കും മറ്റ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
സെൻറ്റ് തോമസ് CUPU സ്കൂളിൻ്റെ 86ാമത് വാർഷിക ദിനവും അതുപോലെ തന്നെ സിസ്റ്റർ ഷെൽമയുടെ യാത്രയപ്പ് വേളയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള മുഖ്യ വിശിഷ്ട അതിഥികളെ, സഹോദരീ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഞാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ വളരെ ക്ലിപ്തത, സമയം പാലിക്കാനായിട്ട് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ വരുന്ന വർഷം ഈ പള്ളി പരിസരത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനധികം സംസാരിക്കാനായിട്ട് മുതിരുന്നില്ല. 2 കാര്യങ്ങളാണ് ഇന്ന് ഈ ദിവസം നടക്കുന്നത്. ഒന്ന്, ഇവിടെ റിപ്പോർട്ടിലൊക്കെ അവതരിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ നമ്മുടെ വെൽക്കം സ്പീച്ചിൽ നമ്മൾ കേട്ടതുപോലെ, ജില്ലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ, പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വാർഷിക ആഘോഷത്തിൽ, ആ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യവും അഭിമാനവും സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേശത്ത്, ആ ദേശത്തിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ഭാഗ്യം ഈ അവസരത്തിൽ ദൈവത്തോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതേസമയം തന്നെ ഇന്നേ ദിവസം ഈ റിപ്പോർട്ടിൽ കേട്ടതുപോലെ ഈ വിജയങ്ങൾ കൈവരിക്കുവാനായിട്ട് വർഷങ്ങളായിട്ട് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ ശ്രേഷ്ഠമായ ഉന്നതമായ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾക്ക്, പരിശീലനം കൊടുത്ത അധ്യാപകരും അനധ്യാപകർക്കും പ്രത്യേകമായി ഈ അവസരം അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഈ കലാലയത്തിന് വേണ്ടി നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ നമ്മുടെ സിസ്റ്റർ ഷെൽമ നേരത്തെ പറഞ്ഞതുപോലെ ചർമ്മം കണ്ട പ്രായം തോന്നില്ല. ഞാൻ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചേ, അച്ഛൻ ഈ സ്കൂളിലേക്കാണോ മാറിപ്പോകണേന്ന് ചോദിച്ചു. ഞാൻ കുറേ കാലം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മുതലൊന്നല്ല അത്, നമ്മുടെ സ്കൂളിൽ നിന്ന് മാറി കുറച്ച് സമാധാനം സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തേക്ക് ഞാൻ വന്നത് പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ സെൽമ സിസ്റ്ററുടെ യാത്രയപ്പിൽ പങ്കെടുക്കാനും, അങ്ങനെ ഇവിടുത്തെ ഒരു വികാരിച്ചന അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു വാക്ക് പറയാൻ അവസരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ സ്കൂളിൽ നിന്ന് രാജിവെക്കാനും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇവിടെ വരാനും ദൈവം പ്രത്യേകിച്ച് ഒരു നിയോഗം പോലെ എനിക്ക് ആ ഒരു അവസരം തരികയാണ്. ഇത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, 10-25 വർഷത്തെ കാലത്തിൽ പല സന്ദർഭങ്ങളിൽ പല ഇടവകയിലെ കൊച്ചു കുട്ടികളെ ഏറ്റവും ഉണ്ണീശോയ്ക്ക്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളായിട്ട് വാർത്തെടുക്കുന്നതിൽ കയ്യും മെയ്യും രാവും പകലും അതുപോലെ എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ ആയിത്തീരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ഏറ്റവും മഹനീയമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാനെപ്പോഴും എൻ്റെ പൗരോഹിത്യ സൗഹൃദത്തിലും അതുപോലെ തന്നെ അജപാലന ശുശ്രൂഷയിലും ഉടനീളം ബഹുമാനപ്പെട്ട ഷെൽമയെ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ വന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാറ്റങ്ങളായി, ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് ഷെൽമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നില്ല. ആ ഒരു ഏട് ഷെൽമ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ഇനി അവിടെ നിന്ന് മാറിപ്പോയാലും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും മാറണില്ല. അച്ഛൻ്റെ അധീനതയിലുള്ള സ്ഥലത്തുള്ള ഒരു കോൺവെൻ്റാണ്, അവിടെ വേറെ ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അച്ഛൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും, എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ അരിമ്പൂര് പ്രദേശത്തിലെ പള്ളിയിലെ കുട്ടികൾക്കും ഈ കലാലയത്തിലെ കുട്ടികൾക്കും എപ്പോൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റണം അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിത്തീരാൻ ഷെൽമയ്ക്ക് സാധിക്കണം, അതിന് മനസ്സ് വയ്ക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിൽ ആത്മാർത്ഥമായിട്ട് ഞാനും സഹകരിച്ചതെന്നും, ഒപ്പം ഇന്ന് ഫോൺസി സിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി, അവരുടെ ആ ഒരു സംവിധാനത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മഹത്തരമായ സേവനം ലഭിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അവസരത്തിൽ ഈ കുട്ടികൾക്കൊക്കെ പ്രത്യേകമായൊരു പരിരക്ഷയും അതുപോലെ തന്നെ അതിനുവേണ്ട നിർദ്ദേശങ്ങളും ലഭിക്കാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഫോൺസി സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിളിക്കാവോ നിയോഗിക്കാവോ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഇടവകയ്ക്ക് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും, നമ്മളിപ്പോൾ ഞാൻ ഉൾപ്പെടെ
കുട്ടികളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം എന്താ, അവർ ദേഷ്യപ്പെടുന്നു, അവർ മനസ്സിലാക്കുന്നില്ല, അവർ ഓടിപ്പോകുന്നു, അവർ അനുസരിക്കുന്നില്ല. ഇതൊക്കെ ശരിയാണ്, അതിലൊന്നും ഒരു തെറ്റില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷമ കുറവുള്ള ഒരാളാണ് ഞാനിങ്ങനെ ഈ ദിവസങ്ങളിലേക്ക് ചിന്തിച്ചിരിക്കും, ഇനി എങ്ങനെ ഈ കുട്ടികളോടൊക്കെ പൊരുത്തപ്പെട്ട് പോവുക. എൻ്റെ വീട്ടിലുണ്ട് ചെറുത്, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകണു, അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മളാകെ കൺഫ്യൂസ്ഡാണ്. ഇതെങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുക? സ്കൂളിൽ നിന്ന് കിട്ടിയുള്ള പ്രശ്നമാണോ, വീട്ടിലെ പരിശീലനത്തിൻ്റെ പ്രശ്നമാണോ? ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ട്രൈ ടു എൻട്രസ്റ്റ് സം റെസ്പോൺസിബിലിറ്റി ടു അവർ സ്റ്റുഡൻസ്. നമ്മൾ അവരെ ഒന്ന് വിശ്വസിച്ച്, അവരെ ഒന്ന് പ്രത്യേകമായി അവരെ ഒന്ന് പരിഗണിച്ച്, അവരുടെ ജീവിതത്തിലൊന്ന് നമ്മുടെ കയ്യിലേക്ക് അവരൊന്ന് കൊണ്ടുവന്ന് അവർ ചില കാര്യങ്ങളൊന്ന് എൻട്രസ്റ്റ് ചെയ്താൽ നമ്മുടെ പണി എളുപ്പമാവും ചെയ്യും, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രമകരവും സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ പറയും, വീട്ടിലെ ചെറുതിനോട് പറയും, എടാ അത് നീ അച്ഛൻ വരുന്നത് ശ്രദ്ധിച്ചോളോ, ഇല്ലെങ്കിൽ ഞാൻ 2 പൂശൊക്കെ തരൂട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു മെച്ചം കാണാനില്ല. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെത്തേഡൊക്കെ മാറ്റണമല്ലോ, നമ്മളും ട്രെയിനേഴ്സല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അച്ഛന് ഇങ്ങനത്തെ കാര്യം അറിയില്ല, നീ അതൊന്നൊന്ന് മനസ്സിലാക്കി തരൂ, നീ അപ്പുറത്ത് ആ പീടികയിൽ പോയിട്ട് എനിക്കത് വൈകിക്കാൻ അറിയില്ലടാ, എന്താ അതിൻ്റെ പേര്. അങ്ങനെ ഇവനെ സോപ്പിട്ട് ഇവൻ ഇപ്പം ഞാൻ പറഞ്ഞാലാണ് അവിടെ കേൾക്കുള്ളൂ. നമ്മൾ അവരുടെ മുമ്പിൽ താഴുന്നതല്ല, ഒരു നയവും ഒരു ടാക്ടിക്സും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീരെ താന്നു പോകാത്ത രീതിയിൽ നമ്മൾ ഭൂമിയോളം അവർക്ക് വേണ്ടി താഴാന്നുള്ളതല്ല ഞാൻ പറയുന്ന ആശയം നമുക്ക് ഉൾക്കൊള്ളാം. കുറേയും കൂടി അവരെയൊക്കെ ഒന്ന് അവരുടെ മുമ്പിൽ താന്നുകൊണ്ടൊന്നും സംഭവിക്കും. നമ്മളെക്കാൾ അറിവും പാണ്ഡിത്യവും ഇപ്പോൾ നമ്മൾ ഈ പഠനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറിവിനേക്കാൾ ഉപരി അവരുടെ അറിവിനെ സമ്മതിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അവരുടെ വാശിയെ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ അല്പം ഒന്ന് താന്നു കൊടുക്കുന്നതൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു തെറ്റല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു, കേരളത്തിൽ എന്താ ഇങ്ങനെ വർഗീയത അങ്ങനെ മുളയ്ക്കാത്തതെന്നല്ല ഞാൻ പറഞ്ഞത്, വളരാത്തത്. ഒരു 10-30 വർഷത്തേക്കൊന്നും വളരില്ല, ആരൊക്കെ പരിശ്രമിച്ചാലും അത് വളരില്ല. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ മറ്റു രീതിയിലുള്ള കാര്യം, 1940 മുതൽ തുടങ്ങിയ സംവിധാനമാണ് ഈ കലാലയം. ഇങ്ങനെയുള്ള കുറേ കലാലയങ്ങളുടെ ഒരു അടിത്തറ കേരളത്തിലുള്ളത് കൊണ്ട് ഇവിടെ വർഗീയത വളരില്ല. ഇനി അങ്ങനെ ഒരു തലമുറ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. അപ്പോൾ മതേതരത്വം, സ്നേഹം, കാരുണ്യം, നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ കണ്ടു, കാരുണ്യം, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മറ്റു ശൈലികൾ, ഇതൊക്കെ പഠിപ്പിച്ച കലാലയങ്ങൾ ഇന്ന് ഈ നാട്ടിൽ ഉണ്ടാകാൻ നമ്മൾ ഇനിയും പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള കലാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്തുമാത്രം കഴിയുന്നുവോ അത്രമാത്രം നമുക്ക് സഹോദരങ്ങളെ മനസ്സിലാക്കാനും സഹോദരങ്ങളെ കൂടെ നിൽക്കാനും സഹോദരങ്ങളായിത്തീരാനൊക്കെ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനും അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുക, മറ്റുള്ളവരെ കഴിവുള്ളവരാക്കുക എന്നുള്ളതാണ്. കാരണം അവൻ ആ നിൽക്കുന്നതും എൻ്റെ സഹോദരനാണ്, ഈ നിൽക്കുന്നതും എൻ്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോടൊപ്പം നിൽക്കാനും കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അതിന് നമ്മുടെ കുട്ടികളെ പാഠവുമുള്ളവരാക്കുന്നതിൽ ഈ കലാലയം വഹിക്കുന്ന നിസ്തുലമായ പങ്കിനെ അഭിനന്ദിച്ചും പ്രശംസിച്ചും ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ നന്മകളും, ഒപ്പം യാത്രയപ്പ് അത് പറയാൻ പറ്റില്ല, കലാലയത്തിൽ നിന്ന് ഒഫീഷ്യലായിട്ടും ഫോർമലായിട്ടുള്ള ഒരു യാത്രയപ്പിൽ ഈ നിന്നുകൊടുന്നിട്ടുള്ള ഷൽമയ്ക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും. വിശ്രമ ജീവിതമല്ല, ഞങ്ങളുടെ ഈ നാട്ടിൽ ഇനിയും കൂടുതൽ മെച്ചമായ ശുശ്രൂഷകൾ ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാർഷികാഘോഷത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസി, PTA പ്രസിഡന്റ്, രക്ഷകർത്താക്കൾ എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹ കെ ചിൻഡോ.
USS വിഭാഗം, ഇസാറോസ് ജേക്കബ്, ആകാശ് PL, അയോണ വിൽസൺ C, ക്ലിൻറ്റ് ബ്രൂണോ, ക്ലൈവ് ബ്രൂണോ, എൽന KJ, കൃഷ്ണേന്ദു TB, അർച്ചന TB, ജോഹാൻ ഡേവിഡ്, ദക്ഷദേവ് VS, സ്വാന്തന CS, സെറാമരിയ ജിജോ, അനുശങ്ക് NS, ആൻലീന ജോസഫ്, നിരഞ്ജന KJ. സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടി ജില്ലാ തലത്തിൽ ഫസ്റ്റ് A ഗ്രേഡും സെക്കൻഡ് A ഗ്രേഡും A ഗ്രേഡും ലഭിച്ച് സംസ്ഥാന തലത്തിലേക്ക് മത്സരങ്ങളിലേക്ക് അർഹത നേടിയ വിദ്യാർത്ഥികൾ: ഉറുദു കവിതാ രചന, DCL ഉപന്യാസ രചന, അബിയേൽ V ജിയോ. ഉറുദു ക്വിസ്, KCSL സ്കോളർഷിപ്പ്, ഏബൽ ആന്റണി ദീപക്. മാപ്പിളപ്പാട്ട്, ലളിതഗാനം, DCL ലളിതഗാനം, അഥർവ സുജിത്ത്. കന്നഡ പദ്യം, അറബി പദ്യം, സ്നേഹ K ജിൻഡോ. കഥാപ്രസംഗം, മിതാലി, ശൃംഗ ഗൗരി, ആദേശ്, ഷാരോൺ. DCL ലളിതഗാനം, ഭവിൻ സുമേഷ്. DCL കവിതാ രചന, ജോഹാൻ സാൻഡോ. DCL കഥാരചന, ലക്ഷ്മി പാർവതി. ലഹരി വിരുദ്ധ ഗാനം, ദേശഭക്തി ഗാനം, അനേയ സോയ്സൻ, ജിയന്ന തെരസ, ശ്രീഭദ്ര, ഇസൈ ഷാജൻ, ശില്പ ഗോപകുമാർ, ഇന്ദ്രതീർത്ഥ, കൃതിക് സുജിത്. സംസ്കൃതം സ്കോളർഷിപ്പിന് അർഹത നേടി മിക്ക സോണി, ഗൗതം കൃഷ്ണ, ഇവാഞ്ചലിൻ മരിയ, അയോണ വിൽസൺ C. KCSL സ്കോളർഷിപ്പ്, വിൽഫ്രഡോ ജോൺസ് ജോഷി. വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തിലും ക്വിസ് മത്സരത്തിലും ദ്വിതീയ സോപാൻ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ: ഏബൽ ആന്റണി ദീപക്, ജീവൻ സാൻഡോ, ശ്രേയ്, ആദിഷ് CS, അദ്വൈത് K, അദിത് K, ഹാരോൺ PS, അഞ്ജിത് PP. ഗൈഡ് വിഭാഗം: ദേവപ്രിയ, ഋതുൽ ചന്ദ്ര, അൻഷ, അനുമിത്ര EU, ശൃംഗ ഗൗരി P പ്രജീഷ്, ആൻഡ്രിയ, ആൽവിയ, ടെങ്കിൾ, ആഗ്നൽ, ഏഞ്ചൽ തോമസ്, ആത്മിക, ഐറിൻ, എവലിൻ, ആർദ്ര, നന്ദന.
ദേശീയ തലത്തിൽ കിക്ക് ബോക്സിംഗ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആത്മിക KR. കേരള ഓപ്പൺ സ്റ്റേറ്റ് സ്പോർട്സ് ട്രഡീഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അനുപ്രിയ VS. താങ്ക് യു ഫാദർ. മൂല്യങ്ങളുടെ പാത കാണിച്ചും ജീവിതം മുഴുവൻ വിദ്യാഭ്യാസത്തിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെൽമ റോസ്. സിസ്റ്ററിന്റെ സേവനവും ത്യാഗവും സ്നേഹവും എന്നും നമ്മോടൊപ്പം നിലനിൽക്കും. ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെടുന്ന ഈ ഫോട്ടോ അനേകം തലമുറകളെ രൂപപ്പെടുത്തിയ ഒരു മഹത്തായ അധ്യാപക ജീവിതത്തിന്റെ സ്മരണയാണ്. ആ ആദരണീയ ഗുരുവിന്റെ സേവനത്തിന് നന്ദിയും ആദരവും അർപ്പിക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ സിസ്റ്ററിന്റെ ഭാവി ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരും തലമുറകൾക്ക് പ്രചോദനമായി ഈ ഗുരുവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പം നിലനിർത്തട്ടെ. ഫോട്ടോ അനാച്ഛാദനത്തിനായി ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷ, ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഞാൻ ഈ സ്കൂളിൽ ഈ കൊല്ലത്തിലാണ് യഥാർത്ഥത്തിൽ വന്നു തുടങ്ങിയത്. ഇതുവരെ എൻ്റെ ഭാര്യയാണ് മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാറ്. എന്നാൽ ഈ കൊല്ലം ഈ സ്കൂളിൽ സജീവമായി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്താണെങ്കിൽ, ഏങ്ങണ്ടിയൂരിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് പറയേണ്ടി വന്നത്, കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയം മുതൽ വൈഫിൻ്റെ അടുത്തു നിന്നാണെങ്കിലും വൈഫിൻ്റെ വീട്ടിൽ പോയാലും നിരന്തരം പറഞ്ഞു കേൾക്കുന്നൊരു പേരാണ് ഷെൽമ സിസ്റ്ററെ കുറിച്ച്. അന്ന് തൊട്ടേ അറിയാം. പക്ഷേ സിസ്റ്ററെ യഥാർത്ഥമായ രീതിയിൽ പരിചയപ്പെടുന്നത്, മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ
കുറച്ച് മാസങ്ങൾക്ക് മുന്നേ PTA വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം, അതായത് കഴിഞ്ഞ 10 വർഷത്തോളമായി ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഒരു അധ്യാപികയായിരുന്നു ഷെൽമ സിസ്റ്റർ. അതേപോലെ തന്നെ ഇത്തവണ എൻ്റെ രണ്ടാമത്തെ മകളുടെ ക്ലാസ് ടീച്ചറായി ഷെൽമ സിസ്റ്റർ ഇരിക്കുമ്പോൾ ഇന്ന് ഈ ആദരവ്, ഇന്ന് ഈ 80 വർഷത്തോളമായുള്ള ഈ കലാലയത്തിൻ്റെ ഈ വലിയ ഒരു ആഘോഷവേളയിൽ, ആ ആഘോഷവേളയെ ഏറ്റവും അഭിമാനകരമാക്കി മാറ്റുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഷെൽമ സിസ്റ്ററുടെ ഈ വിടവാങ്ങൽ ചടങ്ങ്, ആ ചടങ്ങിന് ആദരമർപ്പിച്ചുകൊണ്ട് ഞാൻ ഏറെ നീണ്ട് പ്രസംഗിക്കുന്നൊന്നുമില്ല. കാരണം സ്ഥിരമായി ഈ പ്രസംഗങ്ങൾക്കെതിരുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ആ വേദിയിലിരിക്കുമ്പോൾ. കാരണം നമ്മൾ ഈ പരിപാടികളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും വ്യത്യസ്തമായ വേഷവിധാനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന, സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തുള്ളൊരു അട്രാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് ഈ വേദികളിലൂടെ നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. എനിക്ക് PTA വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒറ്റ വാക്ക് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് നമ്മളുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ ഏറെ അഭിമാനത്തോടു കൂടി, ഏറെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ സെൻറ് ജമാസ്. കഴിഞ്ഞ വർഷങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ സ്വന്തം വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ കിട്ടുന്നതിന് വേണ്ടി അഹോരാത്രം വീടാന്തരം കയറി പണിയെടുത്ത നിരവധി ആളുകളെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിലവിൽ ഈ ഇടവകയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയല്ല. പക്ഷേ മറ്റൊരു ഇടവകയിലുള്ളപ്പോഴും, മറ്റൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളുള്ളപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ സ്കൂളിനെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുപോലെ കാണുന്ന ഒരു വിദ്യാലയമാണ് ഈ സെൻറ് ജമാസ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ സ്കൂൾ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളോടേറെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ സ്കൂളിനെ ഇതേ പ്രൗഢിയോടുകൂടി, ഇതേ തലയെടുപ്പോടുകൂടി വരും കാലങ്ങളിൽ കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള ടീച്ചർമാർക്കും എല്ലാവർക്കും ഇനിയും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ നമ്മുടെ ഈ വിദ്യാലയം മുന്നോട്ട് പോയത്, അതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടെ, പൂർവാധികം ഭംഗിയോടുകൂടെ ഈ സ്കൂൾ മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ മുന്നിലിരിക്കുന്ന ഈ അംഗീകാരങ്ങളും ഇവിടെ കാണുന്ന ഈ പ്രത്യേകതകളും. അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിനെ മറ്റേത് രീതിയിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈ സ്കൂളിന് കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയും, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മക്കളെയും ഈ സ്കൂളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ സ്കൂളിനെ ഈ അരിമ്പൂർ പഞ്ചായത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെ ഏറ്റവും നല്ലൊരു വിദ്യാലയമാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെൽമ സിസ്റ്ററെ ആദരിക്കുക എന്നുള്ളതാണ്. PTA വേണ്ടി, ഷെൽമ സിസ്റ്ററെ ആദരിക്കുന്നതിന് വേണ്ടി PTA മുഴുവൻ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
റാഫേൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിദ്യാഭ്യാസമാണ് ഒരു നാടിൻ്റെ ഉയർച്ചയുടെ നട്ടെല്ല്. അത് അറിവിൻ്റെ പ്രകാശം തെളിയിച്ച് ഭാവിയെ സുന്ദരമാക്കുന്ന ദീപമാണ്. ആ ദീപം ഓരോ കുട്ടിയുടെയും ഹൃദയത്തിലും തെളിയിച്ച കഴിവുകളും മൂല്യങ്ങളും ആത്മവിശ്വാസവും വളർത്തുന്നു. സെൻറ്റ് ജേമാസ് മലക്കുടി സ്കൂൾ വിദ്യാലയം വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പുതിയ ഉയരങ്ങളിൽ കീഴടക്കട്ടെ. ഇവിടെ വളരുന്ന ഓരോ വിദ്യാർത്ഥിയും അറിവിൽ ശക്തരും സ്വഭാവത്തിൽ സമ്പന്നരും സമൂഹത്തിന് പ്രയോജനവുമായ നല്ല മനുഷ്യരായി മാറട്ടെ. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ ഈ വിദ്യാലയം വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു വിദ്യാലയം മാതൃകയായി എന്നും നിലനിൽക്കട്ടെ. വിദ്യാഭ്യാസത്തിൽ മഹത്തായ ദൗത്യത്തിൽ സെൻറ്റ് ജേമാസ് മലക്കുടി വിദ്യാലയത്തിന് ഹൃദയപൂർവ്വമായ ആശംസകൾ. അതോടൊപ്പം നീണ്ട 30 വർഷം തൻ്റെ അധ്യാപന രംഗത്ത് അധ്യാപന ശുശ്രൂഷയിലൂടെ കുഞ്ഞുമക്കൾക്ക് അറിവും വെളിച്ചവും പകർന്ന് ഔദ്യോഗികമായി ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ സൽമ റോസിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം.